പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് അല്ലേ ഷിബില ഡിഗ്രി കഴിഞ്ഞത്? 9 വർഷം. 9 വർഷം. TTCയും HR-ഉം ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ നിങ്ങൾ HR ആണ് ഇപ്പോൾ ചൂസ് ചെയ്തത്. അഡ്മിനിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സ് നിങ്ങൾ കഴിഞ്ഞു അല്ലേ? ദെൻ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ നിങ്ങളിൽ ഡെവലപ്പ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പൂർണ്ണമായിട്ടും ഇല്ല. ആ ഒരു കോഴ്സിൽ നിന്നും കിട്ടാത്തത് എന്താണ് ഇവിടെ ഇന്റേൺഷിപ്പിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? പലരുടെയും ധാരണയാണ് MBA എന്ന് പറയുന്നത് HR അഡ്മിനിസ്ട്രേറ്റർ ആവണമെങ്കിൽ നിർബന്ധമായിട്ടുള്ള ഒരു ഘടകമാണെന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഡിഗ്രി ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാഷൻ ഉണ്ടെങ്കിൽ, ഒരു HR-ന് വേണ്ട ക്വാളിറ്റീസ് നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ എന്താ പറയുക സ്റ്റെപ്പ് ഇൻ ടു ദാറ്റ് ഫീൽഡ്. ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്ന ഷിബിലനോട് സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഹായ് ഷിബില. ഷിബിലൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ മലപ്പുറത്ത് നിന്ന് നിലമ്പൂരിൽ നിന്ന് വരുന്നു. BBA ഗ്രാജുവേറ്റ് ആണ്. അതിനിടയിലാണ് HR അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്തത്. ഇപ്പം നിങ്ങൾ ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞു ദെൻ അഗെയിൻ പെട്ടെന്ന് തന്നെ HR അങ്ങനെയാണോ, അതോ ഗ്യാപ്പിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? അല്ല, പ്ലസ് ടു കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ശേഷമാണ് BBA എടുത്തത്. അതിൻ്റെ ഇടയിലാണ് HR അഡ്മിനിസ്ട്രേഷൻ്റെ കോഴ്സിനെ പറ്റി അറിഞ്ഞത്. ശരി. BBA കഴിഞ്ഞ ഉടനെ HR അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്തോ? ഇല്ല, BBA പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയിലാണ്. ഓക്കെ, ആ ഗ്യാപ്പിൽ നിങ്ങൾ ചെയ്തു. ഓക്കെ, ഗുഡ്. അപ്പോൾ ടൈം കുറേ സേവ് ചെയ്തു അല്ലേ അവിടെ? ഓക്കെ. ദെൻ പിന്നെ അത് കഴിഞ്ഞ് വർക്ക് എന്തെങ്കിലും ചെയ്തോ HR അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലോ? ബിസിനസ് അങ്ങനെ ചെയ്ത് പ്ലാന്റ് ഓൺലൈൻ സെയിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ TTC കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് ഈ ഒരു ഗ്യാപ്പിൽ തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് അല്ലേ ഷിബില ഡിഗ്രി കഴിഞ്ഞത്? എത്ര കുറേ എടുത്തോ? ഒരു 9 വർഷം. 9 വർഷം. അത് ശരി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്തിട്ട് പിന്നെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു? ഇല്ല, പിന്നെ കണ്ടിന്യൂസ് ആയി. നിങ്ങൾ TTCയും HR-ഉം ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ നിങ്ങൾ HR ആണ് ഇപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ? അതിൽ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് ആ ഒരു തീരുമാനം എടുക്കാൻ കാരണം? BBA എടുത്തുകൊണ്ട് തന്നെ HR-നോടൊരു ഇൻട്രസ്റ്റ് കൂടുതൽ വന്നു. അതുകൊണ്ടാണ് HR അഡ്മിനിസ്ട്രേഷൻ ചൂസ് ചെയ്യാൻ കാരണം. അപ്പം ഒരു HR അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്താന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? ഓക്കെ. എന്തൊക്കെയാണ് ക്വാളിറ്റീസ്? ഡിസിഷൻ മേക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പ്രോബ്ലം സോൾവിങ്, ടീം മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള സ്കില്ല് അത്യാവശ്യമാണ്. അതെ. കാരണം നല്ല കമ്പനിക്ക് വേണ്ട നല്ല സ്റ്റാഫ്സിനെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ അല്ലേ ഒരുപാട് ക്വാളിറ്റീസ് ഒരു HR-ൽ ഉണ്ടാവണം അല്ലേ? പിന്നെ HR അഡ്മിനിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സ് നിങ്ങൾ കഴിഞ്ഞു അല്ലേ? ദെൻ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ നിങ്ങളിൽ ഡെവലപ്പ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പൂർണ്ണമായിട്ടും ഇല്ല. ഒരു ഇന്റേൺഷിപ്പ് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകണം. അപ്പം ആ ഒരു കോഴ്സിൽ നിന്നും കിട്ടാത്തത് എന്താണ് ഇവിടെ ഇന്റേൺഷിപ്പിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? കമ്പനിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എനിക്കില്ല. അപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിലൂടെ ആ ഒരു എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യാൻ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അവിടുത്തെ വർക്കും കാര്യങ്ങളും നല്ല രീതിയിൽ കണ്ടും ചെയ്തും പഠിക്കാനും ഒരു നല്ല എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. HR-ആയിട്ട് വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത് നല്ല രീതിയിൽ ബെനിഫിറ്റ്. അപ്പോൾ നിങ്ങളൊരു HR-ആയിട്ട് ജോലിയിലേക്ക് കയറണം അല്ലേ? അപ്പോൾ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ ഫേസ് ചെയ്യണം. അപ്പോൾ ഈ ഇൻറ്റേൺഷിപ്പ് നിങ്ങൾക്ക് അവിടെ യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നുണ്ടോ? അതെ, ഈ ഇൻറ്റേൺഷിപ്പ് ഒന്നുകൂടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒരു കോൺഫിഡൻറ്റ് കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് കംപ്ലീറ്റ് കോൺഫിഡൻസോട് കൂടി ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? പറ്റട്ടെ. ഓക്കെ. എനിവേ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നല്ലൊരു HR അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.